ഹലോ ഹലോ, ആരാണ്? സതീഷ് എന്ന് പറഞ്ഞ ആളാ, കോഴിക്കോട്. കോഴിക്കോടുന്ന്. സതീഷ് ചോദിച്ചോളൂ. സതീഷ്, ആസ്മയുടെ ഇവരുടെ ചികിത്സാ രീതിയെ കുറിച്ച് അറിയാൻ വേണ്ടി ചോദിക്കാം. ഹലോ. അതില് ഒന്ന്, എത്ര കാലമായിട്ട് ഈ രോഗമുണ്ട്? ആസ്മയെല്ലാം വരുന്നത് ഈ ശ്വാസകോശത്തിൽ വളരെയധികം കഫാംശങ്ങൾ നിറഞ്ഞു കഴിയുമ്പോൾ വരുന്നതാണ്. അതിന് നിരന്തരം ദീർഘകാലം മരുന്നുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ ശ്വാസകോശം അമിതമായിട്ട് വികസിച്ചു പോയിട്ട് അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലൊക്കെ ആസ്മയുടെ രോഗികളെ വളരെ സൂക്ഷിച്ച് നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ അതിനു മുമ്പുള്ള ഒരു ഘട്ടത്തിലുള്ള ഒരു രോഗിയാണെങ്കിൽ സാവധാനം നമുക്ക് കഫമിളക്കി ചെറിയൊരു പനി വന്ന് കിട്ടി 2-3 പനിയെങ്കിലും വന്നാലാണ് ആസ്മ രോഗികളുടെ ആസ്മ മാറുക. അതിനൊരു പ്രകൃതി ചികിത്സകനായിട്ട് നേരിട്ട് തന്നെ ഇരുന്ന് കണ്ട് സംസാരിച്ചിട്ട് അങ്ങനെയുള്ള കേസുകൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. ആസ്മയ്ക്കുള്ള ചികിത്സ. ഹലോ. ഹലോ. നിങ്ങൾ കോഴിക്കോട് നിങ്ങളുടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, ആ ഹോസ്പിറ്റലിൽ യതീന്ദ്രൻ എന്ന് പറഞ്ഞ ഒരാളെ ആസ്മ രോഗിയെ ചികിത്സിച്ചിട്ട് നിങ്ങൾ കൊന്നിട്ടുണ്ടായിരുന്നല്ലോ, അതിന്റെ വല്ല വിവരം അറിയോ? അവിടെ വെച്ച് അങ്ങനെ ഒരാള് മരിച്ചതായിട്ടുള്ള ആള് ശരിക്കും പറഞ്ഞ ആള് 1-ാം നമ്പർ ചെറുപ്പക്കാരനായിരുന്നു. അയാൾക്ക് ആസ്മ ചെറിയ രീതിയിലുള്ള ആസ്മ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അയാൾ നിങ്ങളെ പരസ്യം കണ്ടിട്ടും ഇതേപോലെ ഇത് കണ്ടിട്ട് അയാൾ കോഴിക്കോട് നിങ്ങളുടെ ഹോസ്പിറ്റലിൽ ഒന്ന് ആസ്മ രോഗിയെ സംബന്ധിച്ചിടത്തോളം ആസ്മ രോഗികളുടെ ആസ്മ എന്ന് പറയുന്നത് എത്ര കാലമായിട്ടുണ്ട്, എത്രത്തോളം മരുന്നെടുത്തിട്ടുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെ നിങ്ങൾ അയാൾക്ക് കൊടുത്ത ട്രീറ്റ്മെന്റ് എന്താ വെച്ചാല് തലയിൽ ചളിമണ്ണ് വരലും ടബിൽ കടത്തലൊക്കെ ആയിരുന്നു നിങ്ങൾ കൊടുത്ത ട്രീറ്റ്മെന്റ്. പ്രകൃതി ചികിത്സാ രീതിയില് സ്പൈനൽ ബാത്ത് എന്ന് പറയുന്നത്, മഡ് പാക്ക് എന്ന് പറയുന്നത്, അതുപോലുള്ള രീതികളാണ് കഫമിളക്കാനായിട്ട് അതുപോലെ തന്നെ ആശ്വാസം കൊടുക്കാനായിട്ട് ഉപയോഗിക്കുക. ആ ഒരു രീതികളാണ് ആസ്മയ്ക്ക് പ്രകൃതി ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ആസ്മയ്ക്ക് ഈ പ്രകൃതി ചികിത്സ ഈ തണുപ്പ് ഒട്ടും പാടില്ല. ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരു പേഷ്യന്റ് എന്നോട് അത് തണുപ്പ് പാടില്ല എന്നുള്ളതല്ല തണുപ്പ് അതൊരു മറ്റു ചികിത്സകളുടെ രീതിയാണ്. പ്രകൃതി ചികിത്സയിൽ ആസ്മയെ കാണുന്നത് കഫം കൂടുതലായിട്ട് കെട്ടിയിട്ടുണ്ടാകുന്ന അവയവത്തിന്റെ നാശമായിട്ടാണ്. അപ്പൊ അതിന് പ്രകൃതി ചികിത്സ ഇതാണ്. പക്ഷേ നിങ്ങൾ ഇതേ പരസ്യം കണ്ടിട്ടാണ് ഹലോ, വിളിച്ചതിന് നന്ദിയുണ്ട്. വീണ്ടും വിളിക്കുക. നമുക്ക് മറ്റൊരു കോൾ ഉണ്ട്, നോക്കാം.